മാനസികാവസ്ഥ ഒരു സന്തുലിതാവസ്ഥയിലായിരിക്കില്ല. ജീവിതത്തിൽ നടക്കുന്ന എല്ലാം നന്മയ്ക്കാണ്, ക്രിയേറ്റീവ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടത് ആണ് എന്നും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പേഴ്സും അതിന്റെ മീനിങ്സിനെ കുറിച്ചുമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 222 തൊട്ട് 666 വരെയുള്ള ഏഞ്ചൽ നമ്പേഴ്സും അതിന്റെ മീനിങ്സുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് യൂണിവേഴ്സിനുമായിട്ട് കണക്റ്റ് ആവുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഈ യൂണിവേഴ്സ് കൊണ്ട് കാണിച്ചു തരുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ്. ഏഞ്ചൽ നമ്പേഴ്സ് വഴി നമുക്ക് ഓരോ ഗൈഡൻസും സയൻസും ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്താണെന്ന് പറയാം, കാരണം അറിഞ്ഞുകൂടാത്ത പലരും ഉണ്ടാവും, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് റിപ്പീറ്റേഷനായിട്ട് വരുന്ന നമ്പേഴ്സാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അതായത് 111, 222, 333 ഇങ്ങനെ 99 ഇങ്ങനെ വരുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഏഞ്ചൽ നമ്പർ 222ന്റെ മീനിങ്സ് എന്താണെന്ന് നോക്കാം. 222ന്റെ മീനിങ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് മെന്റലി നമ്മൾ ഇപ്പോൾ ബാലൻസ്ഡ് അല്ല. കാരണം നമ്മൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഗോളിനെ കുറിച്ചോ, നിങ്ങളൊരു ജോബോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മാരേജോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴതിൽ നിങ്ങൾക്കൊരു ഡൗട്ടും പേടിയൊക്കെ വരുമ്പോഴാണ് ഈ 222നെ കൊണ്ട് കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അതായത് ഡോണ്ട് വറി, നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, നിങ്ങളിപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ 222നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് തന്നെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കുള്ളിൽ പോസിറ്റീവ് ചേഞ്ച് വരുന്നു, നിങ്ങൾ സംസാരിക്കുന്നതും തിങ്ക് ചെയ്യുന്നതും എല്ലാം പോസിറ്റീവ് തന്നെയാണ്. സോ ഡോണ്ട് വറി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല, ബാലൻസ്ഡ് ആയിരിക്കൂ എന്ന് കാണിക്കാനാണ് ഈ 222 നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന 333യുടെ മീനിങ് ആണ്. 333യുടെ മീനിങ് എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്വയം തന്നെത്താനെ ഉണർന്ന ആത്മാവായി ഇരിക്കുന്നു എന്നും നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന്റെ ജന്മ ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ 333 നമ്മുടെ കണ്ണിൽ കാണുന്നത്. ഈ 333 നിങ്ങൾ അടിക്കടി കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം നന്മയ്ക്കാണ് എന്ന് നിങ്ങൾ സ്വയം അറിഞ്ഞ് ജീവിക്കുന്നു എന്നർത്ഥം. ഒന്നുകിൽ അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഇരിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നതിനും കൂടിയാണ് ഈ 333 നിങ്ങളുടെ കണ്ണിൽ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളൊരു ഗോൾ വെച്ചിരിക്കും. എക്സാമ്പിൾ കരിയർ ആയിരിക്കാം, ജോബ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മണി ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ 333 നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ഗോൾ വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ആകാൻ പോകുന്നു എന്നും, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടത് ആണ് എന്നും കാണിക്കാനാണ് ഈ 333 നിങ്ങൾ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ആ ഗോളിനെ റീച്ച് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 333 കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന 444ന്റെ മീനിങ് ആണ്. ഇതും നിങ്ങൾക്കൊരു ബാലൻസ്ഡ് മൈൻഡ് വേണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ 444 അടിക്കടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും, ടെൻഷൻ ആവും, ഡൗട്ട്ഫുൾ ആവും, പേടി വരും, നമുക്ക് ഈ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുമെന്നുള്ള പേടി വരും. അപ്പോഴാണ് ഈ 444 നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ബാലൻസ്ഡ് ആയിരിക്കും, നിങ്ങൾ പോകുന്ന പാത ശരിയാണ്, കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ 444 കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നും, നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ടും ഈ യൂണിവേഴ്സിന്റെ സപ്പോർട്ടും ധാരാളം ഉണ്ടെന്നും, അതുകൊണ്ട് തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നും കാണിക്കാൻ വേണ്ടിയാണ് ഈ 444 കാണുന്നത്. ഈ സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് മുഖേനയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻസ് മുഖേന അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായി. മൊത്തത്തിൽ ഈ 444ന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂണിവേഴ്സൽ സപ്പോർട്ട് ധാരാളം ഉണ്ടെന്നും ആ മാനിഫെസ്റ്റേഷന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുമാണ് അർത്ഥം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന 555 ആണ്. 555ന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നു എന്നർത്ഥം. അത് നിങ്ങൾക്കുള്ളിൽ വരുന്ന ചേഞ്ചുമായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ട് മാറാൻ പോകുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നും, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നു എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കൂ, നിങ്ങളുടെ ഗോൾ പ്രാക്ടീസ് ചെയ്യും, നിങ്ങളുടെ ഗോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾക്കും നിങ്ങളുടെ ഗോളിനും തമ്മിലുള്ള ദൂരം വളരെ കുറവാണെന്നും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കത് കിട്ടുമെന്നും, അതുമാത്രമല്ല മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫേ മാറാൻ പോകുന്നു എന്ന് കാണിക്കാനും വേണ്ടിയാണ് ഈ 555 നിങ്ങൾ അടിക്കടി കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 666 ആണ്. 666ന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അതെല്ലാം മറന്നിട്ട് ടോട്ടലി മറന്നിട്ട് നിങ്ങൾ വേറൊരു റൂട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ 666 നിങ്ങളെ കാണിക്കുന്നത്.
സോ നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങളുടെ തോട്ടിനെ മാറ്റണം, നിങ്ങൾ റീതിങ്ക് ചെയ്യണം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ 666 വരുന്നത്. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങൾ ബാലൻസ്ഡ് ആയി തിരിച്ചു വരണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിൽ കോമൺ ആയിട്ട് 222, 666, 444 ഇത് മൂന്നും ഒരു ബാലൻസിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് വച്ചിരിക്കണം. നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 222, 444, 666 ഒക്കെ കാണിക്കുന്നത്. 6 നിങ്ങൾ നിങ്ങളുടെ റൂട്ടിലേക്ക്, പഴയ റൂട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 666 കാണിക്കുന്നത്. സോ നിങ്ങൾ ഏതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സ് ആണ് കാണുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.